പ്രിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചാനലിൽ വിഭീഷണനെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമാണ്. ഇത് നമുക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ രുക്മിണിജിയാണ്. രുക്മിണിജിയെ ഞാൻ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയമിത്രങ്ങളും ഇത് കേൾക്കണം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും എത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ. നമസ്തേ. കർണാമൃതം ഒരു ദേവതാ സങ്കല്പത്തിൻ്റെ ശ്രോതാക്കളെ, രാമായണത്തിലെ കഥാപാത്രങ്ങളിലൂടെ ഞാനിവിടെ ഇന്ന് പറയുന്നത് വിഭീഷണനെക്കുറിച്ചാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു രാമായണത്തിൽ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് വിഭീഷണൻ. അപ്പോൾ ഇതിഹാസകൃതികളിലെ അവതരിപ്പിക്കപ്പെടുന്ന പല കഥാപാത്രങ്ങളും നമുക്ക് മാതൃകകളാണല്ലോ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുവന്നു അശോകവനത്തിൽ പാർപ്പിച്ച രംഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അശോകവനത്തിൽ സീതയെ പാർപ്പിച്ചപ്പോൾ കുംഭകർണനടക്കം തെറ്റും ശരിയും നോക്കാതെ രാവണന് പിന്തുണ നൽകി രാക്ഷസകുലം. വിഭീഷണൻ മാത്രം രാവണന്റെ ചിത്തക്കർമ്മത്തെ, ശ്രീരാമപത്നിയെ ചതിയിൽ കട്ടുകൊണ്ടുവന്നത് ശരിയായില്ല എന്ന് ധൈര്യപൂർവം ജ്യേഷ്ഠനോട് തുറന്നു പറയുന്നു. സീതാദേവിയെ രാമന് തിരികെ കൊടുത്ത് മാപ്പ് പറഞ്ഞ് പരിഹാരം ചെയ്യണം എന്നും രാവണനോട് പറയുന്നു. ഈ ഒരു കാര്യം രാക്ഷസകുലത്തിൽ ജനിച്ചവനെങ്കിലും ആദർശധീരനും ആദർശനിഷ്ഠനും കർമ്മധീരനുമായ വിഭീഷണന് മാത്രമേ ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചുള്ളൂ. മൂന്ന് ലോകത്തിനും അധിപതിയായ രാവണനോട് ഒരു ജീവിയും എതിർത്ത് സംസാരിക്കാറില്ലായിരുന്നു. എങ്കിലും സീതാപഹരണം തെറ്റാണെന്ന വിശ്വാസമാണ് വിഭീഷണന്. ആ വിശ്വാസത്തിൽ വിഭീഷണൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു. കുംഭകർണനും ഇതേ ആശയക്കാരനായിരുന്നെങ്കിലും തൻ്റെ ആദർശത്തിനൊത്ത് കർമ്മം രൂപപ്പെടുത്തിയില്ല. മറിച്ച് സ്വന്തം ആശയത്തിനും ആദർശത്തിനും വേണ്ടി വന്നാൽ മരിക്കാനും താൻ തയ്യാറാണെന്ന് വിഭീഷണൻ കാണിച്ചു തരുന്നു സ്വജീവിതത്തിലൂടെ. കുംഭകർണൻ അക്കാര്യം പറയുന്നുമുണ്ട്. അപ്പോൾ കുംഭകർണൻ പറയുന്ന വാക്യം ഇങ്ങനെയാണ്: ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ എന്ന് രാവണനോട് കുംഭകർണൻ പറയുമ്പോൾ വിഭീഷണൻ കുംഭകർണനിലും ഒരു പിടി കൂടി ഉയർന്നിട്ട് സീതാദേവിയെ തിരികെ കൊടുക്കാൻ രാവണനെ നിർബന്ധിക്കുന്നു. കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിൽ എഴുത്തച്ഛൻ്റെ വാക്കുകളല്ലേ. അപ്പോൾ കുംഭകർണൻ ശരിയെന്ന് തോന്നിയ കാര്യം പറഞ്ഞുവെങ്കിലും കർമ്മോന്മുഖനായില്ല. സഹോദര സ്നേഹത്തിൻ്റെ മുമ്പിൽ ശരിയെന്ന് താൻ വിശ്വസിച്ച ആദർശം കുംഭകർണന് വിഴുങ്ങേണ്ടി വന്നു. തെറ്റെന്ന് തോന്നിയ കാര്യം മടികൂടാതെ വിഭീഷണൻ ധൈര്യപൂർവ്വം രാവണനോട് പറഞ്ഞു മനസ്സിലാക്കിച്ചു. ഏട്ടൻ്റെ ചെവിയിലും ചിന്തയിലും മനസ്സിലും അക്കാര്യം ഏൽക്കുന്നില്ലെന്നായപ്പോൾ താൻ വിശ്വസിച്ച ശരിക്ക് വേണ്ടി, ആദർശ സ്ഥാപനത്തിന് വേണ്ടി തൻ്റെ മന്ത്രിസ്ഥാനം വലിച്ചെറിഞ്ഞു കർമ്മരംഗത്തേക്കിറങ്ങി. ഇവിടെയാണ് വിഭീഷണന്റെ ഔന്നിത്യം നമുക്ക് മനസ്സിലാവുന്നത്. നന്മയുടെ വഴിയിൽ അചഞ്ചലനായി നിന്ന വിഭീഷണൻ അസുരന്മാരിൽ ദേവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അധർമ്മത്തെ അധർമ്മമായും അനീതിയെ അനീതിയായും കണ്ട് അതിനെതിരെ പ്രതികരിക്കുക. ബിംബങ്ങളും പ്രതിബിംബങ്ങളും, അങ്ങനെയുള്ള ബിംബങ്ങളും പ്രതിബിംബങ്ങളും മഹർഷി വാൽമീകി ജീവിതത്തിലേക്ക് എടുത്തു കാണിക്കുന്നു. കുംഭകർണന്റെയും വിഭീഷണന്റെയും വ്യത്യസ്ത സ്വഭാവങ്ങളിലൂടെ. തെറ്റിൻ്റെയും അധർമ്മത്തിൻ്റെയും വശം നിൽക്കാൻ വിഭീഷണൻ തയ്യാറായില്ല. ഉറച്ച മനസ്സും ആത്മധൈര്യവുമാണ് വിഭീഷണന്റെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാണിക്കുന്നത്. ധർമ്മച്യുതി സംഭവിച്ച ഇന്നാളുകളിൽ കൂടുതൽ വിഭീഷണന്മാരെയല്ലേ നമുക്കിന്ന് ആവശ്യം?
ശരിയേതെന്ന് വ്യക്തമായി അറിഞ്ഞ് മുഖം നോക്കാതെ കാര്യം പറയുകയും നേട്ടമെന്നുണ്ടാവുമെന്ന് ചിന്തിക്കാതെ ശരിയുടെ ഭാഗം നിൽക്കുകയും ചെയ്യുന്നവരല്ലേ നമുക്കഭികാമ്യം. ഭീഷണനെ പോലെയുള്ള ആദർശധീരന്മാരല്ലേ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വിഭീഷണനെ പറ്റി കുറച്ചും കൂടെ പറയാൻ ശ്രമിക്കാം. വിഭീഷണൻ രാവണ സഹോദരൻ, മന്ത്രി, ലങ്കയിൽ സീതാന്വേഷവുമായി ചെന്ന വായുപുത്ര ഹനുമാൻ ബ്രഹ്മാസ്ത്രബന്ധിതനായി രാവണന്റെ മുന്നിൽ ആനയിക്കപ്പെട്ട ആ രംഗം നമുക്ക് മനസ്സിലേക്ക് ഓർത്തെടുക്കാം. മർക്കടവീരനായ ഹനുമാന്റെ സംസാരത്തിൽ പ്രകോപിതനായ രാവണൻ ഹനുമാനെ കൊല്ലാൻ തന്നെ നിർദ്ദേശിക്കുന്നു. പെട്ടെന്ന് വിഭീഷണൻ എഴുന്നേറ്റു ജ്യേഷ്ഠനെ സമീപിച്ചു. ജ്യേഷ്ഠനെ ഉള്ളാളെ വല്ലാതെ പേടിയുണ്ടെങ്കിലും പേടിക്കാതെ വിവേകപൂർവം പറഞ്ഞു, പ്രഭോ, കോപിക്കാതെ കേട്ടാലും ദൂതനെ വധിക്കരുതേ. ഈ വാനരനെ കൊല്ലുന്നത് ധർമ്മവിരോധമാണ്. വിരാതിവീരനായ രാവണപ്രഭുവിന് ചേർന്ന കർമ്മമല്ല. അവിടെ ആ സംസാരത്തിലുള്ള വിഭീഷണന്റെ ചാതുര്യം, സംഭാഷണ ചാതുര്യം നമുക്ക് മനസ്സിലാക്കാം. എത്ര ഭംഗിയായിട്ടാണ് പറയുന്നത്. പ്രഭോ, കോപിക്കാതെ കേട്ടാലും ദൂതനെ വധിക്കരുതേ. ഈ വാനരനെ കൊല്ലുന്നത് ധർമ്മവിരോധമാണ്. വിരാതിവീരനായ, ഒന്ന് ഏട്ടനെ സുഖിപ്പിക്കുകയും ചെയ്തു, വിരാതിവീരനായ രാവണപ്രഭുവിന് ചേർന്ന കർമ്മമല്ല ദൂതനെ വധിക്കുന്നത്. അത്യധികം കോപത്തോടെ രാവണൻ ആക്രോശിച്ചു, വിഭീഷണ, പാപികൾക്കാണ് ശിക്ഷ, അത് ദൂതനുമാകാം. രാജ്യദ്രോഹത്തിന് ഫലം വധശിക്ഷ തന്നെ. വീണ്ടും അനുനയപൂർവത്തിൽ വിഭീഷണൻ സംഭാഷണ ചാതുര്യത്തോടെ പറയുന്നു, പക്ഷേ പ്രഭോ, ഇവൻ ദൂതൻ മാത്രം. വിവേകപൂർണവും ബുദ്ധിപരവുമായ പല ഉപദേശങ്ങളും വിഭീഷണൻ രാവണനെ ഉണർത്തിച്ചതിൻ്റെ ഫലം കണ്ടു. രാവണൻ ഹനുമാനെ കൊല്ലുന്ന ഉദ്യമത്തിൽ നിന്നും തൽക്കാലം പിന്തിരിഞ്ഞു. രാജമുഖ്യനായ തനിക്ക് തെറ്റുപറ്റരുതെന്ന് രാവണന് തീർച്ചയാക്കി. രാവണന്റെ ഈ മാറ്റത്തിന് കാരണം വിവേകിയും ജ്ഞാനിയും ദയാലുവുമായ വിഭീഷണൻ തന്നെ. പക്ഷേ അപ്പോഴും എപ്പോഴും അനിയന്റെ ധർമ്മോപദേശം ശ്രമിക്കുവാൻ രാവണൻ ഒരുക്കമായിരുന്നില്ലല്ലോ. മറ്റൊരിക്കൽ വേറൊരു രംഗത്തേക്ക് നമുക്ക് പോകാം. പിന്നൊരിക്കൽ ശ്രീരാമദേവനെ വധിക്കുവാൻ രാവണനും അനുയായികളും തീരുമാനമെടുത്തപ്പോൾ അവിടെയും വിഭീഷണന്റെ ബുദ്ധിയും വിവേകവും ഉണർന്നു. രാവണൻ ഉപദേശിക്കുന്നുണ്ട് വിഭീഷണൻ, ജ്യേഷ്ഠ, അസുര ചക്രവർത്തിയായ രാവണനോട് എന്ത് അപരാധമാണ് രാമൻ ചെയ്തത്? ക്ഷന്തവ്യമല്ലാത്ത അപരാധം ചെയ്തത് ജ്യേഷ്ഠനല്ലേ? പുരുഷന്മാരിൽ അത്യുത്തമനായ രാമന്റെ പത്നി സീതയെ കട്ടുകൊണ്ടുവന്നത് ജ്യേഷ്ഠനല്ലേ? നീതിക്കും ധർമ്മത്തിനും നിരക്കുന്നതാണോ ജ്യേഷ്ഠന്റെ കർമ്മം? ഖരദൂഷണന്മാരെ കൊന്നത് അന്യായമാണോ? ജ്യേഷ്ഠ, സീതയെ രാമന് വിട്ടുകൊടുത്ത് സന്ധി ചെയ്താൽ മാത്രമേ ലങ്ക രക്ഷപ്പെടൂ. സീതാദേവി ലങ്കയിൽ എത്തിയ നാൾ മുതൽ സകലവിധത്തിലും ശീതലക്ഷണങ്ങൾ കാണാൻ തുടങ്ങിയെന്നാണ് വിഭീഷണൻ ജ്യേഷ്ഠനോട് ഉണർത്തിക്കുന്നത്. സീതാദേവി ഒരു സാധാരണ സ്ത്രീയല്ല. ഒരു കുലവും രാഷ്ട്രവും മുഴുവനും മുടിയാൻ മതിയായ ശക്തിയുള്ള സ്ത്രീയാണവൾ. അവരെ ശ്രീരാമന് തിരികെ കൊടുത്ത് ഇനിയെങ്കിലും നന്മ കാക്കണം എന്ന് വിഭീഷണൻ വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. സത്യം പറയേണ്ടതും വരാവുന്ന ആപത്തിനെ ഉൾക്കാമ്പ് കൊണ്ട് കണ്ട് ഉണർത്തിക്കേണ്ടതും തൻ്റെ കടമയാണെന്നും പറയുന്നു. അതുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് വിനീതമായി രാവണനോട് പറയുന്നു. നന്മയുടെ മാർഗം പറഞ്ഞു കൊടുത്ത വിഭീഷണനെ സഭയിൽ നിന്നും രാവണൻ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പറഞ്ഞയക്കുക മാത്രമല്ല, രാവണൻ വാൾ ഓങ്ങി വിഭീഷണന്റെ നീ ഉടനെ പൊയ്ക്കൊള്ളെന്നും പറഞ്ഞിട്ട്. ശ്രീരാമന്റെ കഴിവിൽ വിഭീഷണന് വിശ്വാസമായിരുന്നു. ലങ്കയിലെ എല്ലാ ധീരന്മാരും ഒരുമിച്ച് നിന്നെതിർത്താലും രാമബാണത്തിൽ നിന്ന് രക്ഷയില്ലെന്നും സമാധാന ശ്രമമാണ് ഉണ്ടാവേണ്ടതെന്നും പിറ്റേന്ന് വിഭീഷണൻ ബാധിച്ചു. പക്ഷേ വിവേകത്തോടെ പറഞ്ഞ സത്യവാക്യങ്ങൾ കേൾക്കാൻ രാവണന് ഭാവമില്ലായിരുന്നു. വീണ്ടും നമുക്ക് വേറൊരു രംഗത്തിലേക്ക് പോകാം.
രാവണപുത്രൻ ഇന്ദ്രജിത്ത് വിഭീഷണനെ സഭയിൽ വെച്ചിട്ട് മഹാവീരുവെന്ന് വിളിച്ചധിക്ഷേപിച്ച ഒരു രംഗം. എന്നിട്ട് ആ പരിഹാസത്തിനൊപ്പം തന്നെ തൻ്റെ ധീരോദാത്തമായ പല വീരകർമ്മങ്ങളും ഉദാഹരണസഹിതം ചെറിയച്ഛനോട് ഉണർത്തിച്ചു. പക്ഷേ വിഭീഷണൻ തൻ്റെ വിശ്വാസത്തിൽ നിന്നും പിന്മാറിയില്ല. രാമബാണം സഹിക്കാനുള്ള ശേഷിയും ശക്തിയും ആർക്കും തന്നെ ഇല്ലെന്ന് വിഭീഷണൻ ദൃഢമനസ്കനായി തന്നെ പറഞ്ഞു. എല്ലാറ്റിനും നിവൃത്തിമാർഗം ഒന്നു മാത്രം, സീതാദേവിയെ ശ്രീരാമന് കൊണ്ടുകൊടുക്കുക, എന്നിട്ട് മാപ്പ് പറയുക. അതാണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശിക്കുക കൂടി ചെയ്യുന്നു. അനുജന്റെ ബുദ്ധിപൂർവമായ സംസാരം കേട്ട് അതികോപത്തോടെ രാവണൻ അനുജനെ അവഹേളിക്കാൻ തുടങ്ങി. വിഭീഷണ, മറ്റൊരുവൻ നീ പറഞ്ഞതുപോലെ ഈ സദസ്സിലിരുന്ന് ഇപ്രകാരം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ അവൻ ജീവിക്കുമായിരുന്നില്ല. നീ വംശത്തെ ദുഷിപ്പിക്കുന്നവനാണ്, മഠയനാണ്. പോ എൻ്റെ മുമ്പിൽ നിന്നും, ഇല്ലയെങ്കിൽ ഞാൻ വാളെടുക്കും എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആണ് ജ്യേഷ്ഠനെ വിട്ട് വിഭീഷണൻ പോയത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പലരും ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ടാവും. അതൊരു ശരിയാണോ വിഭീഷണൻ ചെയ്തത്? ഇതൊക്കെ പറഞ്ഞു കൊടുത്തെങ്കിലും ജ്യേഷ്ഠന്റെ കൂടെ ആയിരുന്നില്ലേ നിൽക്കേണ്ടതെന്ന്. ആ ചോദ്യത്തിന് ഉത്തരാണ് സ്വന്തം ജീവന് ഹാനി വരുമെന്ന് കണ്ടപ്പോഴാണ് വിഭീഷണൻ ജ്യേഷ്ഠൻ ഉപേക്ഷിച്ചത്. നിറഞ്ഞ സദസ്സ് ഇത്തരം വാക്യം കേട്ട വിഭീഷണൻ സ്വന്തം ഗദയുമെടുത്ത് ആകാശദേശത്തേക്ക് ഉയർന്നു. അങ്ങ് ജ്യേഷ്ഠനാണ്. അപ്പോഴും വിവേകം വിടാതെയായിരുന്നു വിഭീഷണന്റെ സംഭാഷണം. അങ്ങ് ജ്യേഷ്ഠനാണ്, അനിയനോട് എന്തു പറയാനും അധികാരമുള്ള എൻ്റെ ജ്യേഷ്ഠൻ. നന്മയെ കരുതി ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് ജ്യേഷ്ഠൻ തെറ്റിദ്ധരിച്ചു. അവിടുന്ന് ധർമ്മിഷ്ഠനല്ല. രാമബാണത്താൽ നമ്മുടെ ബന്ധുമിത്രാദികളും പ്രജകളും നശിക്കുന്നത് കാണാൻ എനിക്കാവില്ല. ഞാൻ പോകുന്നു. വിഭീഷണനും അടുത്ത 4 അനുയായികളും ശ്രീരാമസന്നിധിയിലെത്തി കൈകൂപ്പി നിന്നുകൊണ്ട് താൻ ആരാണെന്നും ലങ്ക വിടാനുണ്ടായ കാരണമെന്താണെന്നും വിശദമായി വിവരിച്ചു. വിഭീഷണൻ ആദ്യമായി ശ്രീരാമനിൽ നിന്ന് കിട്ടിയ പരീക്ഷണം രാവണന്റെ ശക്തിയെപ്പറ്റി വിവരിക്കുവാനായിരുന്നു. വള്ളി പുള്ളി വിടാതെ ലങ്കാരാജ്യത്തിൻ്റെ ശക്തിയെപ്പറ്റിയും യുദ്ധരഹസ്യത്തെപ്പറ്റിയും വിഭീഷണൻ പറഞ്ഞു കേൾപ്പിക്കുന്നു. വിശ്വാസമർപ്പിച്ച വിഭീഷണനെ ശ്രീരാമൻ വിശ്വസിച്ചെന്ന് മാത്രമല്ല, തൻ്റെ കൂടെ കൂട്ടുകയും ഒടുവിൽ യുദ്ധാവസാനം ലങ്കാധിപനായി വാഴിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന വാനരപ്പടയുടെ ബുദ്ധികേന്ദ്രം വിഭീഷണനായിരുന്നു. ലങ്കയിൽ മായാപ്രയോഗത്താൽ ചാരവൃത്തി നടത്തി രാവണന്റെ സൈന്യ വിന്യാസങ്ങളെയും ഒരുക്കത്തെപ്പറ്റിയും വിശ്വസ്തരായിട്ട് അയച്ച ചാരന്മാരെ വിഭീഷണൻ തടഞ്ഞു. വിഭീഷണൻ വളരെ വിവേകപൂർവം പല കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിരീക്ഷണ പാടവത്തോടുകൂടെ ഇവിടെ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടുമുട്ടിയ നേരം മുതൽ രാവണ നിഗ്രഹം വരെയും അതിനുശേഷവും വിശ്വസ്തയോടെ ശ്രീരാമന് യുദ്ധം എളുപ്പമാക്കി തീർത്ത സ്നേഹിതനും ആശ്രിതനും ഭക്തനും വിഭീഷണൻ തന്നെ. രാവണന്റെ യുദ്ധരഹസ്യങ്ങളും അപാരമായ കഴിവുകളും രാക്ഷസരുടെ യുദ്ധത്തെപ്പറ്റിയും ഒന്നൊഴിയാതെ ശ്രീരാമപ്രഭുവിനെ കേൾപ്പിച്ചതും വിഭീഷണൻ തന്നെ. രാവണന്റെ സൈന്യവിന്യാസത്തിനനുസരിച്ചാണ് ശ്രീരാമൻ ശരിക്കും യുദ്ധം തന്ത്രം മെനഞ്ഞത്. മായാസീതയെ ഉണ്ടാക്കി. അങ്ങനെയും ഒരു രംഗം, നാടകീയമായ ഒരു രംഗം, വളരെ നാടകീയമായ ഒരു രംഗം. എന്താണ് വാൽമീകി മഹർഷി നാടകീയമായ പല 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 രംഗങ്ങളും രാമായണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നമുക്ക് ഓരോ ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ രംഗങ്ങൾ ഇങ്ങനെ മിന്നിമറയല്ലോ. ഇതാ ഒരു രംഗം, അങ്ങനെയുള്ളൊരു നാടകീയ രംഗം. ഇതാ മായാസീതയെ ഉണ്ടാക്കി പടക്കളത്തിൽ വെച്ച് നിഗ്രഹിച്ച ഇന്ദ്രജിത്തിന്റെ മായയും രഹസ്യവും. ആ സമയത്ത് ശരിക്കും മനുഷ്യാവതാരമെടുത്ത രാമൻ പോലും കരഞ്ഞു എന്നാണ് വാൽമീകി പറയുന്നത്. മായാസീതയെ ഉണ്ടാക്കി പടക്കളത്തിൽ വെച്ച് നിഗ്രഹിച്ച ഇന്ദ്രജിത്തിന്റെ മായയും രഹസ്യവും വിഭീഷണനാണ് ശ്രീരാമദേവനെ അറിയിച്ചിട്ട് ശ്രീരാമദേവനെ സമാധാനിപ്പിക്കുന്നത്.
വിഭീഷണന്റെ അഭിപ്രായമനുസരിച്ചാണ് ലക്ഷ്മണകുമാരൻ സൈന്യങ്ങളോടുകൂടി നികുംബിലാലയത്തിൽ ഹോമം ചെയ്യുന്ന ഇന്ദ്രജിത്തിനെ അതിക്രമിക്കുന്നത്. അങ്ങനെ ഒരു രംഗമുണ്ട്. ഓർക്കാപ്പുറത്താക്രമണം വിജയിക്കാനാ ഉള്ള യുദ്ധരഹസ്യങ്ങൾ ലക്ഷ്മണകുമാരനെ അറിയിച്ച് യുദ്ധവീര്യം പകരുന്നതും ഇതേ വിഭീഷണൻ തന്നെ. വിഭീഷണനും ഇന്ദ്രജിത്തും തമ്മിൽ നടക്കുന്ന സംവാദം സുപ്രധാനമാണ്. അതും യുദ്ധക്കളത്തിൽ. പരദ്രവ്യാപഹരണം, സ്വജനങ്ങളിൽ അവിശ്വാസം, ഇവ ഏതൊരുവനും വംശനാശം വരുത്തും. അഭിവന്ദ്യരായ മുനികളെ വധിക്കൽ, സജ്ജനപ്രാതികൂല്യം, അനാവശ്യ ശത്രുത്വം, അഹങ്കാരം, അതികോപം എന്നീ ദുർഗുണങ്ങൾ ജ്യേഷ്ഠനായ രാവണനെ മൂടിക്കളഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ലങ്ക വിടേണ്ടി വന്നത് എന്ന് വിഭീഷണൻ ഇന്ദ്രജിത്തിനോട് പരമാർത്ഥം വളരെ സങ്കടത്തോടുകൂടെ ഉണർത്തിക്കുന്ന രംഗവുമുണ്ട്. തരം കെട്ടുമ്പോഴെല്ലാം ഇന്ദ്രജിത്തിൻ്റെ മനോബലം തകർക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ വിഭീഷണൻ. വിരാമദേവനെ മനസ്സിനെ ധ്യാനിച്ചിട്ട് അഗ്നിവർഷിക്കുന്ന ഇന്ദ്രാസ്ത്രം നിർത്തുകൊണ്ട് ലക്ഷ്മണകുമാരൻ ഇന്ദ്രജിത്തിനെ വധിച്ചു. അവിടെയൊക്കെ സഹായം ഇതേ വിഭീഷണൻ തന്നെയായിരുന്നു. അപ്പോൾ വിഭീഷണനെ പറ്റി പറയാൻ കഴിഞ്ഞാൽ ഇനിയും കുറേയധികം പറയാനുണ്ട്. ഇവിടെ സമയപരിമിതി നിമിത്തം ഞാൻ ഇവിടെ നിർത്താമെന്നാണ് തോന്നുന്നത്. എന്നാലും എന്താണ് നമുക്ക് ധർമ്മച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കലിയുഗത്തിൽ, ഈ നാടുകളിൽ കൂടുതൽ വിഭീഷണന്മാരെയല്ലേ നമുക്കിന്ന് ആവശ്യം? ശരിയെന്ന് ഏതെന്ന് വ്യക്തമായി അറിഞ്ഞ് മുഖം നോക്കാതെ കാര്യം പറയും, നേട്ടമെന്തുണ്ടാവുമെന്ന് ചിന്തിക്കാതെ ശരിയുടെ ഭാഗം നിൽക്കുകയും ചെയ്യുന്നവരല്ലേ അഭികാമ്യർ. വിഭീഷണനെ പോലെയുള്ള ആദർശധീരന്മാരെയല്ലേ നമുക്കിന്ന് ആവശ്യം എന്ന് നമ്മൾ ഒരു വട്ടം ചിന്തിച്ചു പോകുന്നില്ലേ ഈ വിഭീഷണനിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.